ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ഫുൾ ടൈം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർക്ക് ജോബ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ള നല്ലൊരു വേക്കൻസിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്രൻറ്റിസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2000-ൽ പരം ഒഴിവുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇതിൻ്റെ സാലറിയും അതുപോലെ തന്നെ എത്ര നാളത്തെ പീരീഡാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങളിൽ അപ്രൻറ്റിസ് ആകാനായിട്ട് ഉള്ളൊരു വേക്കൻസിയാണ്. 2000-ൽ പരം ഒഴിവുകളാണുള്ളത്. അതിൽ തന്നെ ഫാക്ട്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി മെട്രോ, ദുബായ് പോർട്ട് വേൾഡ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹിന്ദുസ്ഥാൻ എന്നിങ്ങനെ ഒട്ടനവധി കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒഴിവുകളല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് കോൺട്രാക്ട് ബേസിൽ നമുക്ക് 1 വർഷത്തെ പരിശീലനമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്റർ വഴിയായിരിക്കും നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്താണെന്നുള്ളത് പറയാം. ഒന്നല്ലെങ്കിൽ BTech പഠിച്ചവരായിരിക്കണം, അതല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം, BA, BSc, BCom തുടങ്ങിയ ഏത് ഡിഗ്രി സ്ട്രീം ഉള്ളവർക്കും ഗ്രാജുവേഷൻ മസ്റ്റ് ആണെന്നർത്ഥം. അതുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ട് 5 വർഷം കഴിയാത്തവരും അപ്രൻറ്റിസ് ആക്ട് പ്രകാരം മുൻപ് പരിശീലനം ഇതുവരെ ലഭിക്കാത്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ സ്റ്റൈഫൻഡിലോട്ട് പോവുകയാണെങ്കിൽ 1 വർഷത്തെ കോഴ്സ് പോലെ നമുക്ക് ഒരു പരിശീലനം ഇൻറ്റേൺഷിപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ BTech, BA, BSc തുടങ്ങിയ ഗ്രാജുവേഷൻ യോഗ്യത ഉള്ളവർക്ക് 9,000 രൂപയാണ് സ്റ്റൈഫൻഡ് മാസം ലഭിക്കുക. നേരെ മറിച്ച് ഡിപ്ലോമക്കാരാണെങ്കിൽ 8,000 രൂപയാണ് നമുക്ക് മന്ത്ലി സാലറി പോലെ സ്റ്റൈഫൻഡ് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന നമുക്ക് സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് അഖിലേന്ത്യാ തലത്തിൽ തൊഴിൽ പരിചയമായി പരിഗണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വർഷം ഈ ഒരു കോൺട്രാക്ട് ബേസിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ട്. അതായത് നമുക്ക് ഇതുപോലത്തെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു അപ്രൻറ്റിസായിട്ട് ജോബ് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ പിന്നീട് നമുക്ക് ജോബ് കിട്ടാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളതാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് sdcenter.org എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ആദ്യം തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ലിങ്ക് കാണിച്ചിരിക്കുന്നത് കാണാം. HTTPS എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് അതുപോലെ തന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിൽ ത്രൂ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് മുഖാന്തരം ഈ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. ഡിഗ്രിക്കാർക്കാണെങ്കിൽ 80 രൂപയും ഡിപ്ലോമക്കാർക്കാണെങ്കിൽ 65 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അത് നമ്മൾ ഈ ചലാൻ വഴിയാണ്, ഈ ഒരു സൈറ്റ് ത്രൂ തന്നെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് കേട്ടോ. സോ ആദ്യം തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അകത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് എറണാകുളം സെലക്ട് ചെയ്യുക, ഓഫീസ് നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം എമൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. റെസിപ്റ്റ് കിട്ടിയതിന് ശേഷമാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സാധാരണ നേരെ തിരിച്ചാണ് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ആ കാണിച്ചിരിക്കുന്ന നേരത്തെ കണ്ട ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം. ആ ഒരു റെസിപ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്. www.sdcenter.org ഇതാണ് വെബ്സൈറ്റിൻ്റെ പേര്. ആ ഒരു വെബ്സൈറ്റിലോട്ട് പോവുക. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടാബ് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് കാൻഡിഡേറ്റ് ലോഗിൻ ടാബ് ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട്
മെയിൽ ഐ ഡി യൂസർ നെയിം ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലോട്ടൊരു OTP വരും. അതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതായത് നമ്മൾ പഠിച്ച ഡിഗ്രിയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കിട്ടിയിരിക്കുന്ന ആ ഒരു പേയ്മെൻറ്റിൻ്റെ റിസീപ്റ്റും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം ഏത് കമ്പനിയിലാണോ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് 1 വർഷം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 2000-ൽ പരം ഒഴിവുകളുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് നല്ലൊരു ജോലി അവസരമാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്യാട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് SD സെൻറ്റർ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അതുപോലെ തന്നെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇതുപോലത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.